ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മൾ ഇന്നൊരു യാത്ര പോവാണ്. ഞാനും ചാച്ചനും മാത്രമേ ഉള്ളൂ, അച്ചുകുട്ടനില്ല. അച്ചുകുട്ടനെ ഉറങ്ങിക്കിടുന്ന സമയത്താണ് നമ്മൾ സ്ഥലം വിടുന്നത്. അപ്പം നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരുന്ന ക്രിസ്മസ് ആണ്. അപ്പോൾ നമ്മുടെ വീടും അത് മാത്രമല്ല, ക്രിസ്മസിന് നമുക്ക് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ നേരത്തെ തന്നെ പോവുകയാണ്. ഒരു ഡിസംബർ 26-25 കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം നമ്മൾ പോകുന്ന കൊല്ലം ഏരിയ വരുന്നത് തൊട്ട് മുന്നേ ഒന്നും ഒരു കടകളിലും നമ്മളിങ്ങനെ സ്റ്റാറുകളൊന്നും കണ്ടില്ല. അപ്പം വന്ന് നിരാശയായി പോകുമോ എന്നൊരു വിഷമമുണ്ടെങ്കിലും ഇത് കണ്ടില്ലേ, ആ നിരാശയെല്ലാം ഇത് കണ്ടപ്പോഴത്തോട് മൊത്തത്തിൽ മാറിക്കിട്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. കാരണം സന്ധ്യ സമയത്താണ് നമ്മൾ ഇറങ്ങിയത്, ഒരു 5:45-6 മണി ടൈമിലാണ് ഇറങ്ങിയത്. 6:45 ആയി നമ്മൾ കൊല്ലത്തെത്തിയെങ്കിലും കുറച്ച് ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഹോൾസെയിൽ കടകളുടെ മാത്രം ഏരിയയാണ്. അപ്പം നമ്മുടെ ഷോപ്പിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ പർച്ചേസിങ്ങിനൊപ്പം തന്നെ കടയിലേക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു, ക്രിസ്മസിൻ്റെതായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ ഒന്നിച്ചതാകുമല്ലോ എന്ന് വെച്ച് നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത് നമ്മൾ സ്ഥിരം വാങ്ങുന്ന കടയിൽ സ്ഥിരം വാങ്ങുന്ന കടയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ രാത്രിയിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു, എല്ലാ കടകളും നിറയെ വെറൈറ്റീസ് സ്റ്റാറുകളും ഈ പറയുന്ന ലൂമിനുകളും പിന്നെന്താണ് പുൽക്കൂടുകളും പിന്നെ ക്രിസ്മസ് ട്രീകളൊക്കെ കിടക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഇത് കാണുമ്പോഴേക്കും നമുക്ക് ക്രിസ്മസിൻ്റെ ഒരു നല്ല ഫീല് കിട്ടിയിരുന്നു. അപ്പം നിങ്ങൾക്കിത് കാണുമ്പോഴേ മനസ്സിലാവും, നല്ല രസമായിരുന്നു കേട്ടോ. ഇതാണ് നമ്മൾ സാധനം വാങ്ങാൻ പോകുന്ന ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് എല്ലാ ഐറ്റംസും ഇടുന്നു കേട്ടോ. നമ്മുടെ എന്താ പറയുന്നത്, ഒരു കടയിലേക്ക് വേണ്ട ഫാൻസി ആയിട്ട് സ്റ്റേഷനറി ആയിട്ട് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പം ജാസൻ എനിക്കൊരു ചാക്ക് എടുത്ത് തന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം ഡെക്കറേഷൻ ഐറ്റംസ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീ എടുത്തോ. കാരണം നമ്മൾ രണ്ടായിട്ടാണ് എടുത്തത്, ഷോപ്പിലേക്കുള്ളത് വേറെ ബില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വാരി കോരി ഇടുമായിരുന്നു കേട്ടോ. ഞാൻ ഓരോ നേരത്തപ്പോൾ ചേച്ചി പറഞ്ഞ് എല്ലാം ഇല്ല 2-3 ഒക്കെ എടുത്തോളാൻ. എന്തായാലും പറയാത്ത പാട് ഞാനെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാന്റാക്ലോസുകളുണ്ട്, പിന്നെന്താ പറയുന്നത്, ഒരുപാട് വെറൈറ്റീസ്. അപ്പം ഞാനത് കാണിക്കാം നിങ്ങൾ എന്തൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് 2 മണിക്കൂറോളം അവിടെ ടൈം പോയി കിട്ടി. നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് നമ്മൾ കടയിലേക്കുള്ള സാധനങ്ങളും പർച്ചേസ് ചെയ്യണമായിരുന്നു. സോ അതുകൊണ്ട് കുറച്ച് ടൈം പോയി കേട്ടോ. അങ്ങനെ അതിനുശേഷം നമ്മൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാറും നമ്മുടെ വീട്ടിലേക്ക് ഒരു 2-3 സ്റ്റാർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെക്കറേഷൻ ഐറ്റംസും ക്രിസ്മസ് ട്രീയും മാത്രമേ എടുത്തുള്ളൂ. പുൽക്കൂട് നമ്മളിപ്പം എടുത്തിട്ടില്ല. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് വേണ്ട ഫുഡും വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് കണ്ട നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ്. അപ്പം ഈ ഒരു ഏരിയ കൊല്ലംകാർക്ക് അറിയാവുന്നതായിരിക്കാം. ഒരുപാട് എന്ന് വെച്ചാൽ ഹോൾസെയിൽ കടകൾ മാത്രമുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്നതെന്ന് പറയുന്നത്. അങ്ങനെ സാധനങ്ങളെല്ലാം കൈനിറ വാങ്ങിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വരുവാണ്. ഒരു കയ്യിൽ ക്രിസ്മസ് ട്രീയും ഒരു കയ്യിൽ നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് ഞാൻ കാണിക്കാം. ഈ ഒരു ബോക്സ് നിറയും ഡെക്കറേഷൻ ഐറ്റംസ് ആണ്. അപ്പം ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, കണ്ടാലും മതി വരില്ല. അപ്പം അവിടെയുള്ള എല്ലാ വെറൈറ്റീസിൽ നിന്നും ഏറെക്കുറെ ഐറ്റംസ് എല്ലാം ഞാൻ ഹാങ് ചെയ്യാനുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട ഇത്ര ഐറ്റംസ് നമ്മൾ വാങ്ങി. അപ്പോൾ ഒരു 2-3 ലൂമിനെ നമ്മൾ എടുത്തിട്ടുണ്ട്, 2-3 സ്റ്റാറും എടുത്തിട്ടുണ്ട്. പിന്നെ ബെല്ലൊക്കെ തന്നെയായാലും എടുത്തപ്പം പല വെറൈറ്റിയിലെ ബെല്ലാണ് നമ്മൾ എടുത്തത്, പല ഡിസൈനിലുള്ള ബെല്ല്, അതായത് ചെറുതും ഇങ്ങനെ കട്ട് വർക്ക് പോലെ വരുന്ന ബെല്ലും പിന്നെ ഈ ബോൾസ് തന്നെ ചെറുതും വലുതൊക്കെ ഉണ്ട്. ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നല്ല രസമുണ്ട് ഇത് കാണാൻ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബെല്ലെന്ന് പറയുന്നത്. പിന്നെ ബോളിൻ്റെ തന്നെ ചെറിയ ഐറ്റംസ് ഉണ്ട്. സാന്റാക്ലോസ് ആണെങ്കിൽ റെഡും ഗ്രീനും പർപ്പിളും ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ഇത് ഗിഫ്റ്റ് ബോക്സ് പോലെ അങ്ങനെ വരുന്ന എല്ലാം ഉണ്ട് കേട്ടോ, നല്ല രസമായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ അച്ചുക്കുട്ടന് കുറേ ഗിഫ്റ്റ് മീൻസ് എന്താണെന്ന് വെച്ചാൽ അവനെ ഞങ്ങൾ കൊണ്ടുപോയില്ലല്ലോ. അപ്പം പുള്ളിക്കാരന് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെറിയ ടോയ്സ് പറ്റിക്കാൻ വേണ്ടി 1-2 വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല, എങ്കിലും ഞങ്ങൾ ഈ വട്ടം വാങ്ങിച്ചു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ്. പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചേച്ചി, ബൈ, സീ യു.